ഹായ് കുട്ടികളെ, ഇന്ന് എക്കണോമിക്സ് വളരെ സിമ്പിളായിട്ടും രസകരമായിട്ടും എങ്ങനെ പഠിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ്. നമ്മൾ പരിചയപ്പെട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ പുതിയ പേരുകൾ കൊടുക്കുന്നു. അതിന് പുതിയ സിദ്ധാന്തങ്ങളുടെ പേരുകൾ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ചില ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ബൈഹാർട്ട് ചെയ്യാനുണ്ടാവും. അതല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പ വഴിക്ക് ഞാനൊരു ഉദാഹരണമായിട്ട് ഇന്ന് എടുക്കുന്നത് മൈക്രോ എക്കണോമിക്സും മേക്രോ എക്കണോമിക്സുമാണ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒരു വ്യക്തി തൻ്റെ കയ്യിലുള്ള കാശ് വെച്ച് തൻ്റെ കുടുംബം അല്ലെങ്കിൽ തൻ്റെ കമ്പനി, ഒരു ഷോപ്പ് എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും മന്ത്രിമാരും കൂടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതുപോലെ ഇന്ത്യക്കാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ബജറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് മേക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും നടപ്പിലാക്കുന്ന ഏതൊരു പദ്ധതിയും മേക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നു. വളരെ സിമ്പിളാണ്, പേടിക്കേണ്ട ഒരു കാര്യമില്ല.